കർമ്മങ്ങളൊക്കെ ചെയ്തു. ചേതസി ദുഃഖത്തോട് നാഥനെ കൊന്ന മൂലം ശത്രുവെ ജയിപ്പാനായി വീരനാം സുദക്ഷിണൻ മുഖ്യമാം വാരാണസീപുരിയിൽ ക്ഷേത്രവാസിയായ ശങ്കരൻ തന്നെ പെരിക ഘോരമായി തപസ്സു ചെയ്യും കാലം ഭക്തവത്സലൻ ശംഭൂവരതൻ സുദക്ഷിണ ഭക്തി കണ്ട് ഏറ്റവും ഉള്ളിൽ വരികെ മോദായി അപ്പോൾ പ്രത്യക്ഷനായി വന്നു ഭക്തനാം നൃപനോടായി അരുളിച്ചെയ്തീതിനാൻ ചിത്തത്തിൽ വേണം വരം വരിക്കുന്നതു നേരം മന്നവൻ സുദക്ഷിണൻ വന്ദിച്ചു പറഞ്ഞേതൂ എന്നുടേ താതൻ തന്നെ കൊന്ന ദുഷ്ടനെ കൊല്ലുവാൻ തന്നീട വേണം വരം എന്നതു കേട്ടോഘരൻ ഇന്നിനി വൈകാതെ നിൻ ഗൃഹത്തിൽ ചെന്നു മോത്താൽ ആരണന്മാരുമായിട്ട് ആഭിചാരാർത്ഥേഷ്ടമായി പാരാതെ ദക്ഷിണാഗ്നോ രാത്രിയിൽ വേണ്ടും കാര്യം ചിന്തിച്ചു. ഹോമിച്ചീടിൽ ഘോരയകൃത്യയുണ്ടാം അന്തരമില്ല നിന്റെ ശത്രുവെ കൃത്യ സംഹരിച്ചിടുമെന്ന് ചെയ്തു. പിന്നെ സംഹാരമൂർത്തി താനും മറഞ്ഞോരനന്തരം വേഗേണ സുദക്ഷിണൻ ഹോമം ആരംഭിച്ചു. ആഗമറ്റന്മാരായ ഋഷിക്കാദികളോടും തന്നുടേ കൃതി വീണ്ടും അഭിലാഷവും പ്രാർത്ഥിച്ചു. ഉന്നത ഭക്തിയോട് സ്തുതിച്ചു വാഴും വിധവും അഗ്നികുണ്ഡത്തിൽ നിന്നു പൊങ്ങിയതങ്ങൊരു കൃത്യ അഗ്നിയെ കാണും ഏറ്റം ജ്വലിച്ചു രേജസ്സുടും ഘോരമാം ദംഷ്ടകളും ചിമ്പിച്ച കേശത്തോടും പാരമായി ജ്വലിക്കുന്ന നേത്രങ്ങൾ മൂന്നുമായി ദിക്കുകളെല്ലാം ഏറ്റം ഗിരിയും പ്രഭയോടും ഉൾക്കോപത്തോടും ഒരു ശൂലവും കൈക്കൊണ്ടിട്ട്